സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിവുള്ള നിരവധി ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ലോകകപ്പ് വിജയവും മരണവും എല്ലാം ആപത്തുകളും എല്ലാം തന്നെ കൃത്യമായി പ്രവചിക്കുന്നവർ ധാരാളം ഉണ്ട്. നമുക്കറിയാവുന്ന പലരും ഉണ്ടല്ലേ. എന്തായിരിക്കും അവരുടെ ഈ കഴിവിന് പിന്നിൽ? സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ ആറാം ഇന്ദ്രിയം എന്നെല്ലാം ആളുകൾ വിളിക്കുന്ന കൃത്യമായ ഉൾവിളി അഥവാ ഉൾപ്രേരണ ഉള്ള ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള രാശികളുള്ള നക്ഷത്രങ്ങളുള്ള ആളുകളെ കുറിച്ചും വ്യക്തികളെ കുറിച്ചും ആരൊക്കെയാണ് അങ്ങനെയുള്ള കഴിവുള്ള ആളുകൾ എന്നൊക്കെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിടയിൽ തന്നെയുള്ള നിരവധി പേർക്ക് ഈ കഴിവുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരോ വീട്ടുകാരോ ഭാവിയിൽ കാര്യം സംഭവിക്കാമെന്ന് പറയുകയും അത് നടക്കുകയും അത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം തോന്നിയിട്ടില്ലേ നിങ്ങൾക്കും? അതുപോലെ തന്നെ ഈ ഉൾവിളി എന്ന് പറയുന്നത് അതാണ്, ഉൾപ്രേരണ അല്ലെങ്കിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണുക എന്നെല്ലാം പറയുന്നത്. സാധാരണ ആളുകൾക്ക് കാണാനാകാത്തത്, അതായത് പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവാണ് ഇത്. ഈ കഴിവുള്ള രാശികൾ ഏതെല്ലാമാണ് എന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കർക്കിടകം രാശിയാണ്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരാണ് കർക്കിടകം രാശിക്കാര്. ചന്ദ്രനാണ് ഈ രാശിയുടെ അധിപതി. ദൈനംദിന ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും വികാരങ്ങളെ ഉൾക്കൊള്ളാനും അതിനോട് പ്രതികരിക്കാനുമുള്ള കഴിവാണ് ആളുകൾ ഈ രാശിയിൽ ജനിച്ചവര്. ആ സ്വഭാവം മൂലം അവർക്ക് വളരെ പെട്ടെന്ന് കൈകാരികമായ സൂചനകൾ തിരിച്ചറിയാൻ കഴിയും എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്നും അവരുടെ മനസ്സിൽ എന്താണെന്നും അവർ കൃത്യമായി പറയുകയും വൈകാരിക പ്രതിബദ്ധതയാണ് അവരെ നയിക്കുകയും ചെയ്യുന്നത്. ഈ കഴിവിലൂടെ അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന രാശിക്കാരാണ് ഈ കർക്കിടകം രാശിക്കാർ എന്ന് പറയുന്നത്. അടുത്തത് മീനമാണ്. കർക്കിടകം പോലെ തന്നെ തത്വരാശിയാണ് മീനവും. സ്വപ്നജീവികളും ഭാവനാസമ്പന്നരുമാണ് മീനൻ രാശിയിൽ ജനിച്ചവർ. ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ ഇവർക്ക് കഴിവുണ്ട്. സ്വപ്നങ്ങളുടെയും ദർശനങ്ങളുടെയും ഒക്കെ ഇവർക്ക് അത്തരം കാര്യങ്ങൾ അറിയാവുന്നതാകുന്നത് വികാരങ്ങളായി ബന്ധപ്പെട്ടാണ് അവരുടെ ഉൾവിളികൾ പ്രവർത്തിക്കുന്നത്. ഈ കഴിവുള്ള മറ്റു രാശികൾ അവഗണിക്കുന്ന പല കാര്യങ്ങൾ അവർ ഭാവിയിലേക്കുള്ള സൂചനകളായി ഉപയോഗിക്കുന്നു. സങ്കീർണമായ സാമൂഹിക സാഹചര്യങ്ങളും ബന്ധങ്ങളും വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അവയ്ക്കത് പ്രവർത്തിക്കാനും ഈ രാശിയിലുള്ളവർക്ക് കഴിയും. അടുത്തത് വൃശ്ചികം രാശിയാണ്. തീവ്രമായ ഉൾപ്രേരണകളുള്ള രാശിയാണ് ഈ വൃശ്ചികം രാശി എന്ന് പറയുന്നത്. ഇവരുടെ ഇടയിലൂടെ വായിക്കാനും കഴിവുള്ളവരാണ് ഈ രാശിയിലുള്ളവര്. ആളുകൾ ഉള്ളതിലുള്ളിടത്ത് എന്താണെന്നും അവർ മറച്ചു വയ്ക്കുന്നത് എന്താണെന്നും ഒക്കെ ഇവർ കണ്ടുപിടിക്കും. സത്യങ്ങൾ കണ്ടെത്താനും സാഹചര്യത്തിനൊത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ മിടുക്കുള്ളവരാണ് ഇവര്. അടുത്തത് കുംഭമാണ്. കുംഭൻ രാശിക്കാർ പൊതുവെ കാര്യങ്ങൾ പ്രായോഗികമായി വിലയിരുത്താൻ ശേഷിയുള്ള രാശിക്കാരാണ്. അതുപോലെ തന്നെ ഇവർ കൃത്യമായ ഉൾവിളികൾ കാര്യത്തിലും മുമ്പിലാണ്. സസൂക്ഷ്മമായ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവരുടെ ഉൾപ്രേരണകൾ നൽകുന്നത്. മറ്റ് ആളുകൾ വിട്ടുകളയുന്ന പലതും ഇവർ ശ്രദ്ധിക്കുകയും അതൊരു സൂചനയായി എടുക്കുകയും ചെയ്യും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായി പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നു. അടുത്തത് ധനുരാശിയാണ്. പ്രവചനശേഷിയുള്ള മറ്റൊരു രാശിയാണിത്. പോസിറ്റീവായ ഉൾവിളികൾ ഇവർക്ക് ഉണ്ടാകുക. ഈ രാശിക്കാർ അവരുടെ ഉൾപ്രേരണകൾ വിശ്വസിക്കുകയും അത് ഉപയോഗപ്പെടുത്തി പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും റിസ്കുകൾ എടുക്കാനും ധനുരാശിക്കാരെ പ്രാപ്തരാക്കുന്നതും ഈ കഴിവാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു. മുൻകൂട്ടി പ്രവചിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ കാര്യങ്ങളുടെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന രാശികളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.